ഹായ്, ഞാൻ ഡോക്ടർ സുജ. അധികം ആരും ഐഡൻറ്റിഫൈ ചെയ്യാത്ത ഒരു സ്ട്രെസ് ഫാക്ടറിനെ കുറിച്ച് പറഞ്ഞാലോ. നമുക്കെല്ലാവർക്കും ഒരു ബേസിക് നേച്ചർ കാണും അല്ലേ. ചിലർ ഇൻട്രോവേർട്സ് ആയിരിക്കും, ചിലർ എക്സ്ട്രോവേർട്സ് ആയിരിക്കും, ചിലർ ഇതിൻ്റെ ഇടയ്ക്കുള്ളവരായിരിക്കും. അപ്പോൾ ഒന്ന് സങ്കല്പിക്കുക, നമ്മളൊരു ഇൻട്രോവേർട്ടാണ്, പക്ഷെ നമ്മൾ എത്തിപ്പെടുന്ന പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു പ്രൊഫഷൻ, എൻവയോൺമെൻ്റ് ഉള്ള ഒരു പ്രൊഫഷനാണ് നിങ്ങൾ എത്തിപ്പെടുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അധികം ആളുകളുമായിട്ട് ഇടപെടാൻ ഇഷ്ടമല്ലാത്ത ആളുകളാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരാൾ ചെന്നെത്തുന്ന ഫീൽഡ്, ഇപ്പം സെയിൽസിലോ അല്ലെങ്കിൽ ലോയേഴ്സ് അല്ലെങ്കിൽ നേഴ്സസ്, ഡോക്ടേഴ്സ്, ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകത എന്ന് പറയുമ്പം അവർക്ക് ഡെയിലി ഒരുപാട് സ്ട്രേഞ്ചേഴ്സുമായിട്ട് അടുത്തിടപെടേണ്ട സാഹചര്യമുണ്ട്. അപ്പം ഈ ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആളുകൾക്ക് ആ ഒരു പ്രൊഫഷനിൽ ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു 100% എഫേർട്ട് ഇട്ടാൽ മാത്രമേ അവർക്ക് അവരുടെ ബേസിക് കംഫർട്ട് സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ഇത്രയും ആളുകളുമായിട്ട് ഇടപെട്ട് ആ കരിയർ ഒന്ന് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഇത് അഡാപ്റ്റ് ചെയ്യുന്ന ടൈം പീരീഡ് വ്യത്യസ്തമായിരിക്കും. ചിലർക്കൊരു 3 months എടുക്കും, ചിലർക്ക് 6 months എടുക്കും, ചിലർക്ക് 1 year എടുക്കും, 2 year എടുക്കും, ചിലർക്ക് പറ്റാത്ത ആളുകളും ഉണ്ട്. അപ്പോൾ ഇതിന് അഡാപ്റ്റീവ് ടൈമിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ മീൻസ് പോംവഴികൾ നോക്കും. ചിലർ ബാക്കി നൈറ്റ് ടൈമിൽ കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ബാക്കിയുള്ള കോണ്ടാക്ട്സ് കൂടി അവർ അവോയ്ഡ് ചെയ്ത് ഒന്നുകൂടി ഉൾവലിയാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇതേ അവസ്ഥയാണ് ഇനി ഒരു എക്സ്ട്രോവേർട്ടായിട്ടുള്ള ആൾ ഒരുപാട് ആളുകളുമായിട്ട് ഇടപെടാൻ ഇഷ്ടമുള്ള ആൾക്കാരെ കൊണ്ടുപോയി നമ്മളൊരു നട്ട്ഷെൽ, ഇപ്പം മിലിറ്ററി ആണെങ്കിലും ഒരുപാട് കോണ്ടാക്ട്സ് അവർക്ക് പറ്റില്ല. മിലിറ്ററി ആണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് ഒരു സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ മാത്രം ചുരുങ്ങിയിരിക്കുന്ന ഒരു ജോബുള്ള ആളുകളാണെങ്കിലും അവർക്കാണെങ്കിലും ഈ പറയുന്ന പോലെ ഒരു മാനസിക സമ്മർദ്ദം ഉള്ള ടൈം പീരീഡ് ആയിരിക്കും ഈ ആദ്യത്തെ കുറേ കാലഘട്ടങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ നമുക്ക് ഒന്നോ അതിലധികം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ കാണും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെക്കുറിച്ച് നമുക്കായിരിക്കുമല്ലോ ഏറ്റവും കുറച്ച് നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മുടെ ക്യാരക്ടറിനോട് പറ്റുന്ന ഒരു ഫീൽഡ് ചൂസ് ചെയ്യുക, ആദ്യമേ തന്നെ ചൂസ് ചെയ്ത് അതിനനുസരിച്ചിട്ട് നമ്മളുടെ ഫീൽഡിലേക്ക് പോയി കഴിയുമ്പോൾ ഈ ഒരു സ്ട്രെസ്സിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ നിങ്ങളിൽ എത്ര പേര് ഇത്തരം ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ കടന്നു പോയിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.